രണ്ട് പടത്തിന്റെ ടൈറ്റിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വാലിബൻ എടുക്കുന്നതാണെങ്കിലും ബ്രഹ്മയുഗം എടുക്കുന്നതാണെങ്കിലും അതിനെ പറ്റിട്ട് എന്താണ്? എനിക്ക് രണ്ട് ടൈറ്റിൽ നല്ല ഇഷ്ടമായി. ലൈക്ക് അത് വാലിബന്റെ അടിപൊളിയല്ലേ, കറക്റ്റ് സാധനമാണ്. കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ ജല്ലിക്കെട്ട് എടുക്കുന്നതാണ് ലിജോന്റെ പടങ്ങളുടെ ടൈറ്റിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മൂപ്പര് അത് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. അവര് ചെയ്യുന്നതാ ഹാൻഡ് മെയ്ഡ് ആണ്, ചെളി കൊണ്ട് ചെയ്തതാണ്. ഒരു ഏജൻസി ചെയ്തതാണ്. ഇല്ലാന്ന് തോന്നിട്ട് ഇല്ല. പക്ഷെ അതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഒരു കഥയാന്നുള്ളത്. ഒരാളെ മീശ പിന്നെ അല്ല എനിക്കത് ഫസ്റ്റ് കാണിക്കുന്ന ഷോട്ട് ഉണ്ടല്ലോ, ഇവര് ഇന്ന് ഇത്ര ആൾക്കാരെ അടിച്ചിട്ട മല്ലന്റെ കഥ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നില്ല. എനിക്ക് ആ ഒരു ഫീല് കറക്റ്റ് കിട്ടി. ആ ഒരു വാലിബൻ എന്നുള്ളൊരു ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാണിക്കുന്നുണ്ട്. അതുണ്ട്. അതേപോലെ പടത്തിന്റെ ഫസ്റ്റ് ടൈറ്റിൽ വരുന്നത് കോമിക് രീതിയിലാണ്, പിന്നെയാണ് ആക്ച്വൽ ടൈറ്റിൽ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കും. അല്ല അത് ഞാൻ നെട്ടീന് കേട്ടോ. ഞാൻ എന്റെ മൈൻഡില് ഈ പടം കോമിക്കാന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ പോയി കണ്ടു ഞാൻ പിന്നെയും പ്രതീക്ഷിക്കുന്ന മാസം ഉണ്ടാവും. ഈ സാധനം കോമിക്കായിട്ട് വന്ന് എന്റെ സാധനങ്ങളെല്ലാം മാറി. ഓക്കെ, ഇത് പടം ഇതല്ല, മാസല്ല പരിപാടി വേറെന്തോ ആണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ആ സാധനം നൈസാണ് കൊണ്ടുപോയത്. അതില് മാസ് കാണിച്ചിട്ടില്ല സിനിമയില്, ഇല്ല കോമിക്കലി കാണിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കേട്ട ഒരു വളരെ മോശം ക്രിട്ടിക്കായിട്ട് കേട്ട ഒരു ക്രിട്ടിക്കിൽ പറയുന്നത് എന്താ വെച്ചാല്, മ്യൂസിക് ഭയങ്കര മോശം ഡിസൈൻ, സൗണ്ട് ഡിസൈൻ ഭയങ്കര മോശമായി പോയി, മോഹൻലാലിന്റെ ഫൈറ്റിന് മാസ് BGM ഇട്ട് കാണിക്കായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ പെർഫെക്റ്റ് സിംഗർ, അടിപൊളിയല്ലേ, മാസ് അല്ല ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്. ആ ഫസ്റ്റത്തെ ഇൻട്രോ ഉണ്ടെങ്കിലേ, ഫസ്റ്റത്തെ ഇൻട്രോയില് ആള് മറ്റേ കള്ളും കുടിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തുള്ളൊരു ബാക്കിൽ ഒരാള് ഇത് വലിക്കുന്നതും അത് അടിപൊളിയാ. ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഓൾഡ് കൗബോയ് പടങ്ങളുണ്ട്, ഒരുപാട് അതിന്റെ ഒരുപാട് റെഫറൻസുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മ്യൂസിക്കിലുണ്ടോ? മ്യൂസിക്കിലുണ്ട്, വെസ്റ്റേൺ വിസിൽ സാധനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് റെഫറൻസുകൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നൊന്നല്ല. അല്ല ഒരിക്കലും ഒരു പടം ഇന്ന മാസം BGM ഡിമാൻഡ് ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധം സിങ്ക് ആവുന്നില്ലെങ്കിൽ നിർബന്ധം ഉണ്ടാവും. പക്ഷെ ഇത് പെർഫെക്റ്റ് സിങ്ക് ആണ്. ആ ഫൈറ്റിനായാലും അയാളെ അപ്പിയറൻസിന് ഈ BGM ഓക്കെയാണ്. ജസ്റ്റ് ഒരു മറ്റേ തുടി കൊട്ടുന്ന സൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് സിങ്ക് ആണ്. അതിലൊന്നും ഇംപെർഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല. ഇതാണ് അതിന് മാച്ച്. ഓക്കെ, ഇനിയിപ്പോ വാലിബൻ എന്നൊരാൾ കാണാണ് ഫോണില്. അപ്പോൾ ഈ വാലിബൻ കാണേണ്ട ഏത് പെർസ്പെക്റ്റീവിലാണ് ആൾക്കാർ കാണേണ്ടത്? ഞാൻ പറയാ അയാൾ അതിനെ ഒരു മാസ് പടമായിട്ട് കാണരുത്. ഒരു കഥ വായിക്കാം, ഒരു കഥ പുസ്തകം വായിക്കാൻ വേണ്ടി നിൽക്കുന്ന ലാഘവത്തിൽ സമാധാനത്തിൽ ഇരുന്ന് കാണാം. എക്സ്പെക്ടേഷൻ ഒന്നും പറ്റുമെങ്കിൽ ഫോണില് കാണാതിരിക്കുക, TVയിലും കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ഇതിന്റെ വിഷ്വൽസ് ഇല്ലേ. അതായത് ലിജോ ഇന്റർവ്യൂല് പറഞ്ഞെന്താ വെച്ചാല്, രാജസ്ഥാനിൽ പോയിട്ട് അങ്ങോട്ട് ക്യാമറ വെച്ചാൽ ഭയങ്കര വൈഡ് സ്കേപ്പുകൾ കിട്ടുന്നത് പറഞ്ഞിട്ട്. അപ്പം രാജസ്ഥാൻ മാക്സിമം യൂസ് ചെയ്തൊരു പടമാണ്. രാജസ്ഥാൻ യൂസ് ചെയ്തിട്ടുണ്ട്, മോഹൻലാലിന്റെ ബോഡി യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആണെങ്കിൽ രാജസ്ഥാൻ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. രാജസ്ഥാനിലെ ഒരു ലാൻഡ്സ്കേപ്പ് കൂടാണ്. രാജസ്ഥാനില് ഒരു മരുഭൂമിയിലും അല്ല ഒരു ഒറ്റപ്പെട്ട ഏരിയയിൽ പോയിട്ട് 4 ഭാഗത്ത് വെച്ചാൽ 4 അടിപൊളി ഫ്രെയിം ആയിരിക്കും. ഓരോ ഷോട്ടും മറ്റേ ചെറിയൊരു ബ്ലറും ആ ചൂടും അതൊക്കെ കാണിച്ചിട്ടാണ് സീനൊക്കെ ഉള്ളത്. നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ, നമ്മൾ ട്രെയിനൊക്കെ വരുന്ന സമയത്ത് കാണുമ്പോൾ ഒരു സാധനം അതൊക്കെ വന്നിട്ടാണ് ചെയ്തത്. ബ്രഹ്മയുഗം എങ്ങനെയുണ്ട്? ബ്രഹ്മയുഗം അല്ലേ, നമ്മൾ വിചാരിക്കാത്തൊരു സാധനമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുമോ അല്ലേ? പണ്ട് എപ്പോഴോ കഴിഞ്ഞു പോയൊരു സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതാണ് നമ്മൾ കണ്ടത്, എക്സ്പീരിയൻസ് ചെയ്തത്. കുറെ കാര്യങ്ങൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പടത്തിന്. ഒന്നാമത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ആ ഒരു ആസ്പെക്ട് റേഷ്യോ കണ്ടാൽ അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവും. വൈഡില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന എനിക്ക് തോന്നുന്നെങ്കിൽ ചിലപ്പോൾ ബോറായിരിക്കും. പക്ഷെ ഇതിന് ഭയങ്കര ഇമ്പാക്ട്. അതേപോലെ വേറൊരു സാധനം നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലായി ആസ്പെക്ട് റേഷ്യോ എങ്ങനെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് നോക്കുന്നില്ല, അത് ഫീൽ ചെയ്യാം.
അതായത് അതിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുന്നില്ല, ഇല്ല പടത്തിനുള്ളിലേക്ക് കയറി കളറില്ലാത്തതിന്റെ കുറവില്ല അവിടെ, ഇല്ല ഒരു കുറവില്ല. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ആ പടത്തിന് ഇമ്പാക്ട് കൂടിയിട്ടുള്ളൂ. കളർ ഉണ്ടെങ്കിൽ ആ ഇമോഷൻസ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേ ആവണമെന്നില്ല. ഇന്നിപ്പോ എന്നോട് ചോദിക്കാണ് എടാ രണ്ടാമത് മമ്മൂട്ടി വരുന്ന സമയത്ത് അതിൽ കളർ യൂസ് ചെയ്തിട്ടുണ്ടോ, അതായത് അതിൽ കളേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട്. ഞാൻ പടം 2 വട്ടം കണ്ടിട്ടുണ്ട്, കളർ വന്നിട്ടില്ല. അത് നമ്മൾ കെയർ ചെയ്യുന്നില്ല അല്ലേ, കളേഴ്സിന്റെ നമ്മ അതില് മേർജ് ആയി ലൈക്ക് ഓക്കെ ഇത് അല്ല അത് അങ്ങനെ മേക്ക് ചെയ്തതാണ് ഡയറക്ടർ രാഹുൽ സദാശിവൻ അബ്സല്യൂട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അതായത് ഓന് ഭൂതകാലത്തിന്റെ മുന്നേ അവന്റെ കൈമേൽ ഈ കഥ ഉണ്ട്. അയാള് മുമ്പ് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റെഡ് ട്രെയിൻ, അതായത് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയി. കാരണം ആ പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഏലിയൻസിനെ പറ്റിയിട്ടൊക്കെയാ പറയുന്നത്. അതായത് ഇതുവരെ ആരും ചെയ്യാൻ ശ്രമിക്കാത്തൊരു പടം കാര്യങ്ങളൊക്കെയാണ് ബ്രില്യന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഹൊറർ അല്ല, കുറച്ചുകൂടി മിസ്റ്ററി, അതുപോലെ സൈഫൈ പടമാണ് മലയാളത്തിൽ. അതായത് നമുക്ക് ഇപ്പം മുമ്പ് വിനയൻ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഡയറക്ടർ, അയാളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. ലൈക്ക് ഒരു നാട്ടില് ഏലിയൻ, കേരളത്തിൽ ഏലിയൻ എന്ന് പറയുന്ന സമയം, അതായത് കേരളത്തിൽ ഏലിയൻ വരുന്നതും ഏലിയനെ കാണുന്നതും അങ്ങനത്തെ ഒരു സാധനമൊക്കെ. നരേനായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി പടാ, പക്ഷെ അത് വിജയിച്ചില്ല. എനിക്കൊന്ന് അയാൾക്ക് ചിലപ്പോൾ പറഞ്ഞ പോലെ അയാൾക്ക് അത് ഇറങ്ങിയ സമയത്ത് ആൾക്കാരോ കറക്റ്റ് അതിന്റെ ഒരു ജേണി പറയുന്നുണ്ട്. ഫസ്റ്റ് അയാൾ ലണ്ടനിലൊക്കെ പോയി പഠിച്ച ലണ്ടനിലെ ഫിലിം സ്കൂളിൽ പോയി പഠിച്ചിട്ട് ഇവിടെ വന്ന് പടം എടുക്കാൻ തുടങ്ങിയ ആളാണ്. അയാൾ ഫസ്റ്റ് ഫിലിം കൊണ്ട് പഠിച്ചെന്താ വെച്ചാൽ എന്താണ് ഓഡിയൻസിന്റെ പൾസ് അല്ലാത്തത് ഫസ്റ്റ് ഫിലിം കൊണ്ട് പഠിച്ചു. രണ്ടാമത് ഭൂതകാലം OTT അല്ല ഇറങ്ങി, OTT ഇറങ്ങിയിട്ട് ഭൂതകാലം ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അയാൾ ആൾക്കാരുടെ പൾസ് ഇതാണ്, ഹൊറർ ഇറക്കിയാലും ആൾക്കാരുടെ പൾസ് എന്താണെന്നുള്ള അയാൾ രണ്ടാമത്തെ പടത്തിൽ മനസ്സിലാക്കി. മൂന്നാമത്തെ പടത്തിൽ അയാൾ ഒബ്വിയസ്ലി മമ്മൂട്ടിന്റെ സ്റ്റാർഡം, മമ്മൂട്ടിന്റെ അഭിനയം കറക്റ്റ് പിച്ച് ചെയ്തു. ഈ ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. ഭൂതകാലത്തിന്റെ മുന്നേ ഉള്ള സ്ട്രിക്ട് റൂൾസ് ആയിട്ട് വെച്ചാൽ പോലും ഇത് ഈ ഭ്രമയുഗം എപ്പോഴെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒന്ന് മമ്മൂട്ടിനെ വെച്ചേ സംഭവിക്കൂ, രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസിന് കിട്ടണം, ക്യാമറ അടക്കം പ്രൊഡക്ഷൻ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാർ പ്രൊഡക്ഷൻസ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയാം, ചുരുക്കം. അല്ല, ഈ പ്രൊഡക്ഷനും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാ. അവരാണെങ്കിലും ഹൊറർ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് ഹൊറർ പടം മാത്രം എടുക്കും എന്നുള്ളൊരു, അതാണ് എക്സ്പെരിമെന്റൽ പടം ചെയ്യാന്നുള്ള ഒരു മൂടുള്ള ആൾക്കാരാ. അതിന്റെ ഹെഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് ഒരു പുറത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടം വരിക. അല്ല, അതെന്താ അറിയോ, പുതിയൊരു ഡയറക്ടേഴ്സിന് ശരിക്കും ഒരു കോൺഫിഡൻസ് ആ, ഓക്കെ എക്സ്പെരിമെന്റ് പടം ചെയ്യാനുള്ള ഡയറക്ടേഴ്സ്. അയാള് പറഞ്ഞൊരു സാധനമാണ്, 2 മാസം ചിത്രം വരച്ചിട്ടാണ് ഈ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത്. അത് നമുക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും, കാണാനുണ്ട്. ഞാന് എന്റെ ഒന്നിച്ചുള്ള ആളുടെ ഞാൻ പറഞ്ഞതാണ്, ഇത് ഇപ്പൊ നമ്മളിങ്ങനെ വരച്ച് കാണുമ്പോൾ ഒരു സാധനമാണ്. യെസ്, അതാണ് ആ ഫ്രെയിം ഒക്കെ വന്നത്. 2 മാസത്തോളം വരക്കാൻ വേണ്ടി മാത്രം DOP ആയിട്ട് ഇരുന്നിട്ട് കംപ്ലീറ്റ് സ്റ്റോറി ബോർഡ് വരക്കാൻ വേണ്ടി മാത്രം 2 മാസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോലും. അതായത് ഇയാൾക്ക് നിർബന്ധമുണ്ട്, ഒന്ന് മമ്മൂട്ടിന്റെ ടൈമിന്റെ പ്രശ്നം ഉണ്ടാവും, പക്ഷെ അത് മാത്രല്ല അയാള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടാവില്ലല്ലോ. ഡയറക്റ്റ് വെക്കുക, അന്നത്തെ ഷെഡ്യൂൾ തീർക്കുക, പോവാന്നുള്ളത്. കംപ്ലീറ്റ് പ്രിപ്പയർഡ് ആണ്, വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് സെറ്റിലേക്ക് വരുന്നത്. അതിന്റെ പാർട്ടായിട്ട് ഈ വരക്കലും സ്റ്റോറി ബോർഡ് A to Z സ്റ്റോറി ബോർഡ് അയാൾ വരക്കും പോലും. ഒന്നാമത് അയാൾ ആർട്ടിസ്റ്റാണ്, ഉണ്ട് ഇയാൾ ഡയറക്ടേഴ്സ് POVയിൽ എല്ലാ സാധനങ്ങളും വരച്ച് അതേ സാധനമാണ് പകർത്തുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണുന്നത്.